ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് മെയ് 9 രവീന്ദ്രനാഥ ടാഗോർ ജയന്തി. എന്താണ് രവീന്ദ്രനാഥ ടാഗോർ ജയന്തി, എന്തിനാണ് അത് ആഘോഷിക്കുന്നത്, അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ കവികളിലും എഴുത്തുകാരിലും സാംസ്കാരിക ഐക്കണുകളിലും രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനം അടയാളപ്പെടുത്തുന്ന വാർഷിക ആഘോഷമാണ്. ഗുരുദേവ് എന്നറിയപ്പെടുന്ന ടാഗോർ ബംഗാളി സാഹിത്യത്തിന്റെ തുടക്കക്കാരനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സ്വാധീനമുള്ള വ്യക്തിയുമായിരുന്നു. ഈ ദിവസം അദ്ദേഹത്തിന്റെ സാഹിത്യ സാംസ്കാരിക സംഭാവനകൾക്ക് ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായും ബംഗാളി സാഹിത്യത്തിന്റെ തുടക്കക്കാരനായും ടാഗോറിനെ കണക്കാക്കുന്നതിനാൽ ഈ ദിനത്തിന് ഇന്ത്യയിൽ സാംസ്കാരികവും സാഹിത്യപരവുമായ പ്രാധാന്യമുണ്ട്. ശലഭം കണക്കാക്കുന്നത് മാസങ്ങളല്ല, നിമിഷങ്ങളാണ്. ആവശ്യത്തിന് സമയമുണ്ട്. ഈ വാചകം അദ്ദേഹത്തിൻ്റെതാണ്. ഗീതാഞ്ജലി, കാബൂളിവാല ഇവയെല്ലാം ടാഗോറിന്റെ രചനകളാണ്. കൂടാതെ തോട്ടക്കാരൻ, വീടും ലോകവും, ദ ചൈൽഡ് ഏഞ്ചൽ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യവും സമ്പന്നതയും ആഘോഷിക്കാനും ടാഗോർ നിലകൊണ്ട മൂല്യങ്ങളെയും തത്വങ്ങളെയും കുറിച്ച് ചിന്തിക്കാനുമുള്ള അവസരമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.